അലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ. ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ. നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫീഖേകല്ലാ, ഭാഗ്യം നൽകല്ലാ. എന്താ പറയണ താത്താനോട്? അതിലൂടെ ഒരു ബന്ധുക്കൂടെ നിങ്ങളുണ്ടാക്കി പൊടിച്ചതുകൊണ്ട് ഒക്കെ കളി ഞാൻ എഡിറ്റ് ചെയ്യുമ്പോ അതൊന്നും ഒരു പേടി വെച്ചാൽ കണ്ടിച്ചിട്ട് വെക്കല്ലേ. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ തന്നെ ഉണ്ട്, സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വോയിസ് അതേപോലെ അതിലുള്ള വോയിസ് അങ്ങനെയൊക്കെ ആയിട്ട് വ്ളോഗായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. റിഷാമൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യോണ്ടി കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇന്നലെ ഞാനും കാക്കും പുറത്തേക്ക് പോയപ്പോഴേ വൈകുന്നേരം പോയപ്പോൾ കൊടുന്നതാണ് കേട്ടോ. അടവ് ഉണക്കൽ മീനാട്ടോ. 2-3 തരം 50 ഉറുപ്പ്യൊക്കെയാണ് വാങ്ങുന്ന. ഒരു 3-4 ദിവസത്തിന് നമുക്ക് ഉണ്ടാവുമല്ലോ. അടവ് ലേസം 50 രൂപക്ക് വാങ്ങി, അതേപോലെ മാന്തളും ലേസം 50 രൂപക്ക് വാങ്ങി, സ്രാവും കുട്ടികളും വാങ്ങി. അപ്പോൾ 3-4 ദിവസത്തിന് കൂട്ടാനൊന്നും നോക്കണ്ട നമുക്ക്. ഇനി അങ്ങനെ പോകുമ്പോ റോഡ് സൈഡിൽ ഇങ്ങനെ ഉണ്ടാവില്ല. 20 രൂപേന്റെ തക്കാളി ഇത് 10 ഉറുപ്പ്യക്ക് നത്താന്നോ. അന്തിക്ക പോയത് അവസാനം പോണ് തരത്തില് 50 ഉറുപ്പ്യക്ക് 4 പാക്ക് എടുത്തോളൂ. ഇതുണ്ടല്ലോ അത് ചേർത്ത് 4-5 കൊണ്ടുപോയി 10 ഉറുപ്പ്യക്ക് അങ്ങനെ വാങ്ങിയാലാ ഞാന്. എന്തായാലും വേണ്ടേ നേരം വെട്ടാല് ചാറ് ചോറ് കണ്ട് അപ്പൊ ഉണ്ടാക്കി. ഞാൻ ഇന്നലെ പോകുന്നത് നോക്കി പേരല്ലേ മേലോട്ടൊന്നും കുറച്ച് ലേസം. ഇപ്പൊ പിന്നെ പള്ളിന്റെ അവിടുന്ന് നോക്കിയാല് നിങ്ങൾ കാക്കാന്റെ പേരന്റെ മാതിരി അത്രയൊക്കെ ഉണ്ടായിക്കോട്ടെ അല്ലേ? ഒരു 10 പൈസ കണ്ടിയാണ്. അമ്മ അവിടുന്ന് പോയിട്ട് പോട്ടെന്നിങ്ങനെ അങ്ങോട്ടൊക്കെ കാണാലോ. ചോദിച്ചാലോടങ്ങിയപ്പോ അവിടെ നിൽക്കല ആവട്ടെ. നമ്മളവിടെ എപ്പോഴും പോയി വീഡിയോ എടുക്കുമ്പോൾ ഗതിയാണ്. ഓര് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓര് ക്യാമറയിലൊക്കെ ഉണ്ട്, കണ്ടില്ല നിങ്ങള്? അമ്മനെ എല്ലാ ചാവിയെല്ലാം അയൽവാസികളൊക്കെ എന്തോ നല്ലത്. അപ്പം നമ്മളെ അയൽവാസി താത്തയാണ് കേട്ടോ. നമ്മളെ അടുക്കള ഭാഗത്തുണ്ടല്ലോ ഒരു തൊടു, നമ്മൾ മുത്തൂനെയൊക്കെ കെട്ടിയ അവിടുത്തെ താത്തയാണ് കേട്ടോ. അപ്പോൾ ആ താത്ത ഇങ്ങനെ വർത്താനം പറഞ്ഞു കാണ്ടി എന്നാ പോണ് കാര്യങ്ങളൊക്കെ ചോദിച്ചാനിങ്ങനെ വന്നതായിരുന്നു കേട്ടോ. നമ്മൾ പോകുമ്പോൾ എല്ലാവർക്കും അയൽവാസികൾക്കായാലും നമ്മളിപ്പോൾ ഇങ്ങനെ കഴിഞ്ഞീനെയല്ലേ ഒരു മനസ്സിക്ക് ഓൽക്കും തന്നെ ടെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ വന്ന് കുറേ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു എന്നോട് കേട്ടോ. എന്നാ പോണ് എപ്പോഴാണ് പോണ് എന്നൊക്കെ ചോദിച്ചു കാണ്ട് നമ്മളെ മുത്തൂനെ കെട്ടിയ ആ ഭാഗത്തില്ല താത്ത കേട്ടോ. അപ്പോൾ ക്യാമറയിൽ ഇപ്പം ഇതിനെ പെടുത്തിയാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഓല പേഴ്സണൽ കാര്യമല്ലേ, അപ്പോൾ മുഖമൊന്നും നമ്മൾ അങ്ങനെ പെടുത്തൂല കേട്ടോ. പിന്നെന്താ അപ്പം ഇതാക്കണ് കുമ്പളങ്ങ കേട്ടോ. കുമ്പളങ്ങ കൊണ്ട് ഒരു കറിയും വെക്കാം, ഉണക്കലിയും പൊരിച്ചും ചെയ്യാമെന്ന് കരുതിക്കാണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങൾക്കും കേട്ടോ. നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞുകാണ്ട് ബാക്കിയെല്ലാം നോക്കണം. അപ്പോൾ തിരുമ്പാനും കുറച്ചുണ്ടായിന്, അത് നമ്മളെ ഷെയ്മോളാണ് ഏൽപ്പിച്ചു. ഷെയ്മോൾ പറഞ്ഞു ഞാൻ നന്നാക്കിക്കോളമ്മ, ഞാൻ വൃത്തിയാക്കിക്കോളാം ഇറങ്ങാണ്ട് ഓൾ ഇറങ്ങിയിരിക്കണം കേട്ടോ. അടിച്ചരലും തുടക്കലും ഓളുണ്ട് കഴിച്ചാന്ന് പറഞ്ഞുകാണ്ട്. മറ്റേ എന്താണെന്നോ ഇതൊക്കെ കഴിഞ്ഞുകാണ്ട് പിന്നെ അപ്പോത്തിന് ബേബികൾ കരയിൽ തുടങ്ങും. ബേബികൾ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓല കുളിപ്പിക്കൽ, ഓൽക്ക് കഞ്ഞി കൊടുക്കൽ. 12 മണിയായാൽ പിന്നെ ഓരോരുത്തരും ഉറങ്ങൽ തുടങ്ങും. അപ്പോത്തിന് ഉമ്മച്ചിനെ കുളിപ്പിക്കാനാവും. ഓരോ തിരക്ക് തന്നെ ആയിരിക്കും. വൈകുന്നേരം വരെ പണി തന്നെ ആയിരിക്കും. ഞാൻ പറയും കാക്കുവിനോട്, ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂതാണോ ചോദിച്ചു. ഞാൻ
ചില നേരത്തെ നമുക്ക് ഉണ്ടാവുമല്ലോ ഒക്കെ പാടെ ടെൻഷനും നമുക്ക് എടുത്താൽ തീരാത്ത പണിയായിരിക്കും ചിലപ്പോൾ. പിന്നെ ഇപ്പം മക്കളൊക്കെ അല്ലേ, സ്കൂളൊന്നുമില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ വൈകുന്നേരം വരെ പണി തന്നെ ആയിരിക്കും. തുടക്കുക ഒന്നരാടിട്ട് തുടക്കുന്നല്ലാതെ ചിലപ്പോൾ രാത്രിയൊക്കെ ഒന്നുകൊണ്ട് വെള്ളം നല്ലോണം കഴുകി വൃത്തിയാക്കുന്നല്ലാതെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടോ, ഒരു 3-4 ദിവസത്തിൻ്റെ മേലെയായി ഇപ്പം നമ്മൾ അടിയും ഭാഗമൊക്കെ ഒന്ന് ഉരച്ച് തേച്ച് വൃത്തിയാക്കിയിട്ട്. ഒന്നാമത് നമ്മളെ പുതിയ വീടിൻ്റെ ബാക്ക് കൂടെ ഓടി നടക്കലും ഓരോ തിരക്കുകളായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് നുള്ളും നുറുക്കും സാധനങ്ങളൊക്കെ വാങ്ങണം. നമ്മളാ പഴയതും പൊട്ടിയതൊക്കെ ഒഴിവാക്കിയാണ്ടേ പുതിയ പെരയ്ക്ക് പോവുമല്ലേ. അപ്പോൾ ചെറിയ സാധനങ്ങളൊക്കെ നമ്മളെ കൊണ്ട് കയ്യിൽ ഒതുങ്ങണ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങണം ഇൻഷാ അല്ലാ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇതാക്കണ കുമ്പളങ്ങച്ചാറ്. ഞാൻ കുമ്പളങ്ങച്ചാറ് മോര് ഒഴിച്ച് കാണ്ട് വെക്കും. ഞാൻ എന്താ കാട്ടണമെന്ന് വെച്ചാൽ തക്കാളിയും പുളിയും പറന്ന് കാണ്ടാണ് വെക്കുകയാണ് കേട്ടോ. നല്ലീരിട്ട് കാണ്ട് നമ്മൾ തേങ്ങ അരച്ച് കാണ്ടേ മോരും കറി വെക്കണ പോലെ നല്ല ടേസ്റ്റാണ്. പരിപ്പുണ്ടെങ്കിൽ പരിപ്പിട്ട് കാണ്ട് പെരിഞ്ചീരിട്ട് കാണ്ട് നമ്മൾ വെച്ചാലും നല്ല രസമാണ് കേട്ടോ. തേങ്ങ അരച്ച് പോരുമ്പോൾ അതിൻ്റേതായ രസമാണ് എന്നുള്ളൂ. കടുകിട്ടാണ് തൂമിച്ചു. അപ്പോൾ താത്ത പോയിട്ടില്ല, ഓരോ വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതായിരുന്നു കേട്ടോ. താത്ത ആ ക്യാമറിൻ്റെ ബാക്കിൽ അവിടെ കസാലിട്ടിരുന്ന് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ വർത്താനം പറയായിരുന്നു. ഇനി പോയാൽ ഇവിടെ ഒരു ഇതുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു കണ്ട്. മേലത്തെ താത്തി അങ്ങനെ തന്നെ കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വരും. അതിന് ഭയങ്കര സങ്കടമാണ്, ഈ പോയാൽ ഇനി ഇവിടെ ഒച്ചയും പുളിയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ണിൽ അളന്നിറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ ഒരുപാട് ആളുകളില്ല പോലെയല്ലേ, ഇവിടെ രാത്രിയും പകലൊക്കെ ഒരേ പോലെയാണ്. അപ്പോൾ അതാക്ക് നമ്മളെ ബേബി കരയണുണ്ട് കേട്ടോ. ഓൾ എന്തെങ്കിലും ഇങ്ങോട്ട് കണ്ട് കരയണ ആരാ. അപ്പോൾ പൂളയാണ് എഴുതിയിട്ട് അപ്പോൾ ഞാനത് മുറിച്ച് കാണ്ട് കൊടുത്തു നോക്കി. അതൊന്നും അപ്പോൾ ഷെയ്മോളെ വിളിച്ച് കാണ്ട് ഓളാണ് ഇറക്കി മാറ്റി വെച്ച് കാണ്ടി. അത് നമ്മളെ എണ്ണ ഉണ്ടാക്കിയതിനെ ചട്ടിയൊക്കെയാണ്, അതൊക്കെ ഒന്നാണ് മാറ്റിയൊക്കെ ഇട്ട് എഴുതി കാണ്ടി. അപ്പോൾ സ്പീഡ് നല്ലോണം കൂട്ടിയിരിക്കണം കേട്ടോ. ലെങ്ത്തിനനുസരിച്ച് നമ്മൾ റിതു തന്നെയാണ് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ 4 ഭാഗം പായന എടുക്കാണ്ട് അന്തം വിടണ്ട കേട്ടോ. ഞാൻ ലേറ്ററും തിരഞ്ഞുകൊണ്ട് പായതാണ്. ഒന്നങ്ങോട്ട് അവിടെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം കാണൂല. എന്നാലും ആ കണ്ണിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. കുട്ടികൾ അവിടെയും ഇവിടെയും കൊണ്ടുപോകും. എൻ്റെ മൂത്തമ്മ വിളിച്ച് കാണ്ട് ചീത്ത അറിയുന്നുണ്ട്. ഒരു തോക്ക് എനിക്ക് വാങ്ങിക്കൂടെ ചോദിച്ചു കാണ്ട്. അപ്പോൾ ആ തോക്ക് എത്ര വട്ടം വാങ്ങിയാലും ഇവർക്ക് കേടെത്തിക്കാണ്ട് അങ്ങനെയാണ് കഴിച്ചാലാണ്. ഇനി ഇൻഷാ അല്ലാ പുതിയ പെരയ്ക്ക് പോകുമ്പോൾ അതൊന്ന് വാങ്ങണം ഇൻഷാ അല്ലാ. അപ്പോൾ ഇതാക്കണം കേട്ടോ നമ്മളെ ഉണക്കമീൻ. അതൊന്നുകൊണ്ട് വാലും തലയൊക്കെ ഒന്നാണ് മുറിച്ചുകാണ്ട് വൃത്തിയാക്കിയാണ്ടും വെക്കട്ടോ. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ അതിമല്ല ആ ചളിയും അതേപോലെ ഉപ്പൊക്കെ ഒന്നാണ് മാറി കിട്ടിയാൽ നല്ല രസം പൊരിച്ചെടുക്കുമ്പോൾ കേട്ടോ. തല എടുക്കൂല കേട്ടോ. അതിൻ്റെ അവിടുത്തെ തലൻ്റെ ആ ഭാഗത്തോ പള്ളൻ്റെ ഉള്ളത്തെ യന്ത്രങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കും കേട്ടോ. മറ്റേത് എന്താ വെച്ചാൽ അതൊന്നും നമുക്ക് അതിലേക്ക് ഇടാൻ പറ്റൂലല്ലോ. തല പൊരിച്ചെടുക്കുമ്പോൾ നല്ല രസം. അതുകൊണ്ട് ഞാൻ ഉണക്കലീൻ്റെ ചാറും ഉണ്ടാക്കും കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ അതാക്കണ ലേസം മുളകും പൊടി ഇട്ട് കണ്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറ് വെന്തിക്കണോ നോക്കണുണ്ട്. ചോറ് വേഗം വേവലുണ്ട് കേട്ടോ. എളുപ്പം വേവണ അരി അതാണ് ഞാൻ അതിൽ വെച്ചത്. മറ്റേ കുക്കറിൽ ഞാൻ വെക്കലുണ്ട്. അതിന് കുക്കർ ഇപ്പോൾ ആകെ പൊട്ടിത്തെറിച്ച് ആകെ അതിൽക്കൂടി ഇതിൽ കൂടിയൊക്കെ പാട് ഒലിച്ച് വൃത്തികേടാകുന്നുണ്ട്. അപ്പോൾ അതാണ് മാറ്റി വെച്ച് ഞാൻ. പിന്നെ റൈസ് കുക്കറിലാക്കി വെക്കുക പറഞ്ഞാൽ ചിലപ്പോൾ അതിങ്ങോട്ട് കേട് വരും ചോറ്. ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, അപ്പോൾ അത് കോയൻകിണറിലെ വെള്ളമൊക്കെ ആകുമ്പോഴേ വേണം കേട് വരും. അപ്പം ഞാൻ അന്തിക്കില്ലേ അപ്പം അങ്ങോട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോ അല്ലെങ്കിൽ ചോറോ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് കാണ്ട് ഉണ്ടാക്കും. ചിലപ്പോൾ കൂട്ടാനും ചാറൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അപ്പം പറഞ്ഞാൽ കുട്ടികൾക്ക് അതും തീർപ്പതിയാണ്, നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ ചോറ് കുറച്ച് വേവ് കമ്മിയുണ്ട്. അപ്പോൾ ഒന്നും കൂടിയാണ് തളിച്ച് വേവട്ടെ എഴുതിക്കാണ്ട്. ചാർക്ക് ഇനി ഞാൻ തേങ്ങ അരച്ചട്ടെ കേട്ടോ. നല്ലീരം ചീരുള്ളിയൊക്കെ കൂട്ടിക്കാണ്ട് അരച്ച് കാണ്ട് ഇങ്ങോട്ട് വെച്ചാൽ ചിലപ്പോൾ കറണ്ട് പോവും. ചില നേരത്തെ അങ്ങനെ തന്നെ ക്യാമറയൊക്കെ വെച്ച് കാണ്ട് ഞാൻ അങ്ങോട്ട് 4 വാന്തി കഴിയുമ്പോഴത്തിന് കറണ്ട് അവിടെ പോകും. അപ്പോൾ ഇതൊക്കെ കാട്ടി കൂട്ടി വെച്ചാൽ വേഗം സമാധാനമാണല്ലോ. എന്താ വീഡിയോ എടുത്താലും വെള്ളം എന്താ വെള്ളം കിട്ടാത്ത പോലെ മാതിരി. അവിടെയൊന്നും കിണറൊന്നും ഇല്ല. കളിച്ചാൻ പോകും. അതൊക്കെ ഞാൻ പുതിയ വരിയിട്ട് പോയിട്ട് ഉണ്ടാക്കുള്ളൂ അല്ലേ. ഓൻ പറയാം കപ്സ് ഉണ്ടാക്കി തരുന്ന കുറേ ദിവസമായി കപ്സ് എന്നാ പറയുന്നത്. നീ പുതിയ പരി പോയിട്ടാണ് കപ്സ് ഒക്കെ ഉണ്ടാക്കുക നമ്മള്. എന്തേ ഓരോന്നിപ്പോ
അവിടെ പോട്ടെ ഒക്കെ. എന്നിട്ട് നമുക്ക് ബോക്സിലൊക്കെ ഉണ്ടാക്കണം. കപ്സി ബിരിയാണി ഒക്കെ ഉണ്ടാക്കണം ഇൻഷാ അല്ലാഹ്. കുറേ ദിവസമായില്ലേ കപ്സ് വന്നിട്ടൊന്നും. നല്ല ബിരിയാണി ഒന്നുമില്ല. നല്ല ലേസം ബിരിയാണി റൈസൊക്കെ കൊടുന്നുട്ടാ ഞങ്ങള്. നേരം കൊറേ ആകാൻ നിൽക്കണ്ട കേട്ടോ കളിച്ചിക്കാണ്ട്. കളി ഞങ്ങൾ മഞ്ചേരി പോയപ്പോ കൊറേ നേരം വൈകിന്. അപ്പൊ എന്താ രസം ബിരിയാണിയൊക്കെ ബിരിയാണിന്റെ റൈസ് ഉണ്ടാവുമല്ലോ നമ്മളാ തട്ടുകടയിൽ ഉണ്ടാവുമല്ലോ കൊറേ ഉണ്ടാവും കേട്ടോ വാങ്ങിയാല്. ഫാസ്റ്റ് ഫുഡില്ല അവിടുന്ന് ലേസം വാങ്ങിപ്പോന്നു. മറ്റേ ഇവിടെ വന്നിട്ട് ഇനി ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പൊ ലേസം അത് വാങ്ങിപ്പോന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വാങ്ങിയത്. അച്ഛൻ വെച്ചാലേ കരണ്ട് കഴിയാതില്ല. അങ്ങനെ നമ്മളെ തേങ്ങ അരച്ച് വെച്ചിട്ടോ കറണ്ട് പോയാൽ എരി പേടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പോണൊരു സ്വഭാവം ഉണ്ട്. പുളി ലേസം വെള്ളത്തിലിട്ടക്കട്ടെ അതുകൊണ്ട് വെന്ത് കഴിഞ്ഞാൽ അതിക്ക് ഞൊണ്ടിപ്പിഞ്ഞ് കണ്ടാൽ പാര എഴുതിക്കാണ്ട്. അപ്പം നമ്മൾ കുമ്പളങ്ങ കറി എങ്ങനെയാണ് അധികം വെക്കൽ വെച്ചാൽ ആ കുമ്പളങ്ങ അരിഞ്ഞിട്ട് അതിക്കൊരു പച്ചമുളക് ഇട്ട് വെളുത്തുള്ളി ചതച്ചിട്ട് മഞ്ഞളും മുളകും അതങ്ങോട്ട് ഇട്ടുകാണ്ട് ഇട്ടുകാണ്ടാണ് തീമത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. 2 തക്കാളി ഉണ്ടെങ്കിൽ അതും ഇട്ടോളി. പിന്നെ അരപ്പിക്ക് നമ്മൾ ലേസം നല്ലീരം ചെറിയ ജീരകം കേട്ടോ അതും ചെറിയ ഉള്ളി ഇട്ടുകാണ്ട് അരച്ചിട്ട് എടുത്തുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളെ ഷെയ്മോളെടുത്ത് പോയോട്ടെ. ഓള് തിരുമ്പിക്കാണ്ടൊക്കെ ഉണക്കൽ തുടങ്ങിയിരിക്കണം കേട്ടോ. കുറച്ച് പണി ഓളും എടുത്ത് തരും. അല്ലെങ്കിൽ ഒക്കെ പാടെ അങ്കലാപ്പം അരങ്ങോട് നോക്കി അവിടെ നിന്നിട്ട് ഇവിടെ വരെ 3 അയലാണ് കേട്ടോ. ഇതൊക്കെ പാടെ നുറുക്കൊക്കെ 2 ദിവസം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം അതൊക്കെ ഇങ്ങോട്ട് വൃത്തിയാക്കി വെക്കുക. അത് എല്ലാം കൂടി ഓളെ ഏൽപ്പിച്ചാൽ നിൽക്കണ്ടല്ലോ. പിന്നെ നമ്മൾ രാവിലെ പോകുമ്പോൾ ഓരോ കാര്യത്തിന് ഞാനായാലും കാക്കുവായാലും ഇവിടുന്ന് പോകുമ്പോൾ ഷെയ്മോളും ബ്രീതും ഒക്കെ തന്നെയല്ലേ ഉമ്മയും കുട്ടികളും ഓലെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അതിൻ്റെ ഉള്ളിലാണ് കഴിഞ്ഞോട്ടേ കരുതല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറഞ്ഞേക്കലില്ല കേട്ടോ. ഒന്നാമത് നമ്മളെ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞേക്കാണ്ട് അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലോ. ഇപ്പോഴത്തെ കാലം അങ്ങനെ പുറത്തേക്കൊന്നും ഇറക്കി വിടാനും പറ്റൂല. അപ്പോൾ ഇതാക്കണം ഒക്കെ ഓളെ അടിച്ചോരിയൊക്കെ വൃത്തിയാക്കിയൊക്കെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടോ കട്ടിലിൻ്റെ അടിയത്താണ് കേട്ടോ. കട്ടിലിൻ്റെ അടിയിൽ എന്താ അത്ര സാധനം എന്നായിരിക്കും. തന്നെ ഞാൻ പറഞ്ഞ 2 ദിവസം ഞാൻ ഒന്നിനും ഇല്ലായിട്ട് ഓലെ പറയാനും പറ്റൂല. ഓല അങ്ങനെ കളിച്ച് കാണ്ടൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ പാടെ 5-6 കുട്ടികളൊക്കെ പാടെ കളിച്ചലും ആ ചട്ടിയും കുടിക്കുകയും കളിച്ചലും ഒക്കെ പാടാവുമ്പോഴേ ഞാനില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓലോട് പറയല വല്ലാതെ അങ്ങോട്ട് പുറത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകണ്ട. അതിൻ്റെ ഉള്ളിൽ പെൺകുട്ടികളല്ലേ ഓല ഒപ്പന കളിച്ചിട്ടും ഡാൻസ് കളിച്ചിട്ടും അങ്ങനെയൊക്കെ അങ്ങനെ കഴിഞ്ഞോല കേട്ടോ. നേരം വെളുത്ത് ഞാൻ അടുക്കളയിലേക്ക് പോയപ്പോൾ പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെ കമ്മിയുണ്ട്. ഇതൊക്കെ തട്ടൊക്കെ കണ്ടോ അതിൻ്റെ അടിയിൽ കൊണ്ടുപോയി ഇട്ടിക്കുകയാണ്. ഓല് ഒപ്പന കളിച്ച് കാണ്ടൊക്കെ കൊണ്ടുപോയി ഇടണതാണ് കേട്ടോ. പിന്നെ ഷെയ്മോളെ ഞാനൊന്നും പറയലില്ല. ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇടങ്ങാറാണ്. ഓളെന്നല്ലേ അമ്മാനെയും കുട്ടികളെയൊക്കെ നോക്കണം. അല്ലാതെ ഞാൻ ആരെയും ഏൽപ്പിച്ചാനും ആരെ പെരയിൽ കൊണ്ടുപോയിടാനും പോകലില്ല കേട്ടോ. അപ്പോൾ ഇതാക്കണം ഇതൊക്കെ ഒന്ന് നുള്ളി പെറുക്കിയാണ്ട് ഓളെ അടിച്ചു വരട്ടെ. അപ്പോൾ അതിന് നമ്മൾ കറിയൊക്കെ റെഡിയാക്കി കാണ്ട് നമ്മൾ പോയോക്കട്ടെ കേട്ടോ അടുക്കളയിൽ എന്താ മട്ടെന്ന്. ഇതാക്കണം നമ്മളെ മിന്നും പൊന്നും കുറേ ആൾ ചോദിച്ചിരുന്നു മിന്നും പൊന്നും എവിടെയാണ്. ഇതിലെ നടക്കണുണ്ട് കേട്ടോ. ഇതാക്കണം അടിക്ക് ഇങ്ങോട്ട് ട്രൗസറും കുപ്പായൊന്നുമില്ല. മോൾക്കുണ്ട് കുപ്പായം അടിക്ക് ട്രൗസറില്ല. അപ്പോൾ പിന്നെ അങ്ങനെ വല്ലാതെ അങ്ങോട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാക്കണ കുഞ്ഞുമണിയാൾ പിന്നെ ലിനും ഇച്ചുമോളും താഴേക്ക് ഇറങ്ങി പോയിക്കണം കേട്ടോ. അമ്മായിയാളൊക്കെ വന്നിക്കണെന്ന് പറഞ്ഞപ്പോഴേ ഞായറാഴ്ചയല്ലേ അപ്പോൾ ഓലൊക്കെ വന്നിക്കണം കേട്ടോ. അപ്പോൾ ഓല ഉണ്ടാവും അങ്ങനെ ചിലപ്പോൾ നമ്മൾ നോക്കി നിൽക്കണം അല്ലെങ്കിൽ വികൃതിയാട്ടലും ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ അവളോട് ഷെയ്മോളോട് പറയാഞ്ഞ് മതി ഞാൻ ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് പോകട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ഇതൊക്കെ തന്നെയായിരിക്കും പരിപാടി. ഇനിയിപ്പോൾ അത് ഈ ചോറ് ചാറും പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മാനെ കുളിപ്പിച്ച് എനിക്കും കുളിച്ച് കാണ്ട് അങ്ങോട്ട് ഔത്തേക്ക് കയറാം. കുട്ടികളെയും കുളിപ്പിച്ച് കാണ്ട് കുറച്ചൊക്കെ പണി ഓളുണ്ടാകുമ്പോൾ ഓൾ എടുത്ത് തന്നാലേ അവനാൻ്റെ പെൺകുട്ടികളുണ്ടാകുമ്പോൾ അതൊരു വലിയ ഹയർ തന്നെയാണ് അല്ലേ. ഓളുണ്ടാകുമ്പോൾ പെരയിലെല്ലാ പണി എടുത്താലും നമുക്ക് ഒന്ന് ക്ഷീണമായിക്കാണ്ട് കിടക്കുമ്പോൾ ഓൾ തന്നെയാണ് ഒക്കെ ഒന്നും കാട്ടിക്കൂട്ടൽ. കാക്കു ഉണ്ടാകുമ്പോൾ കാക്കു എടുക്കും. കാക്കു ഇല്ലാത്തപ്പോൾ ഓളെടുക്കും. ഋതു എടുക്കും. ഋതുവിനപ്പോൾ വല്ലാതെ അങ്ങോട്ട് എടുപ്പിച്ചലില്ല. ഓനിപ്പോൾ ഏകദേശം വലിയ കുട്ടിയായൊക്കെ വന്നതല്ലേ. എന്നാലും ഞാൻ കുറച്ചൊക്കെ ഞാൻ എടുപ്പിക്കലുണ്ട് കേട്ടോ. നമ്മൾ വെയ്യാതെയൊക്കെ കിടക്കുമ്പോൾ ഓനെ പറയാതെ തന്നെ അടിച്ചു വരലും പാത്രം മോറലൊക്കെ ചെയ്തു തരും കേട്ടോ. ഞാൻ കിടക്കുമ്പോൾ തന്നെ ഓന് വിഷമമാണ്. അപ്പോൾ അതാക്കണ ചോറ് ഊറ്റിയൊക്കെ ഉണ്ട്. ലേസം ചോറ് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇനി അന്തിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിക്കാണ്ട്. ചിലപ്പോൾ അന്തിക്കൊക്കെ ഇനി കൂട്ടാനും കറിയൊന്നും ഞാൻ പറഞ്ഞ പോലെ തേഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പമായിരിക്കും.
അപ്പോൾ പിന്നെ ചോറ് കൂടുതലാണെങ്കിൽ അതവിടെ വേസ്റ്റായി കിടക്കും. പിന്നെ എന്താ വെച്ചാൽ എത്ര നമ്മൾ വൃത്തിയാക്കി വെച്ചാലും ചോറ് വേഗം കേട് വരും. കുഴൽ കിണറിലെ വെള്ളത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഫ്രീസറിലൊക്കെ വെക്കുന്ന പിന്നെ അപ്പോൾ ഒരു മുരടിപ്പൊക്കെ ആയി ഇങ്ങനെ നിൽക്കും. അതൊരു വൃത്തിയില്ലാത്ത പോലെ ആയിരിക്കും. അപ്പോൾ ഇതാക്കണ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഉണക്കമീനും അതേപോലെ കുമ്പളങ്ങ കറിയും അങ്ങോട്ട് തൂമിച്ചേക്കട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ. ഇതിൻ്റെ മുളക് മാക്സി ചൊറുക്കുണ്ടോ? അത് നമുക്ക് പ്രൊമോഷൻ കിട്ടിയ മാക്സിയാണ് കേട്ടോ. ഏതാ ചൊറുക്കില്ല മാക്സി എന്നായിരിക്കൂലേ. അത് നല്ല ഭംഗിയില കാണാൻ. നമുക്ക് സുഹറ കളക്ഷൻസിന്ന് ഒരു മാക്സി കിട്ടിയതാണ് കേട്ടോ. ഒന്നല്ല 3 മാക്സി ഉണ്ടായിരുന്നു അല്ലേ. ചുവപ്പ്, നീല, അതേപോലെ വേറൊരു കളറും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ചുവപ്പ് മാക്സി ഞാൻ എൻ്റെ താത്താക്ക് കൊടുത്തു കേട്ടോ. അവൾക്ക് ഞാനൊന്നും ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല. നാളെ നമുക്ക് നിസ്കാരപ്പായിൻ്റെ പ്രൊമോഷൻ കിട്ടിയപ്പോൾ ഒരു നിസ്കാരക്കുപ്പായം നമുക്ക് കുറേ ഇവിടെ കടന്നിട്ട് കാര്യമില്ലല്ലോ. അന്ന് ഞാൻ അവർക്ക് നിസ്കാരക്കുപ്പായം ഓൾക്കൊന്ന് കൊടുത്തു. പിന്നെ എപ്പോഴും കരുതും ഞാൻ ഇനി മാക്സി കിട്ടുമ്പോൾ ഒരു മാക്സി ഓൾക്ക് കൊടുക്കണം അങ്ങനെ കരുതും. നമുക്ക് എല്ലാം തേഞ്ഞിട്ട് നമ്മൾ കൊടുക്കാൻ കൂടൂല നമുക്കില്ലേ. നമ്മളെ എനിക്കിപ്പോൾ ഏട്ടത്തി അയക്കാണ്ടും അഞ്ചത്തി അയക്കാണ്ടും ഒക്കെ അമ്മ അയക്കാണ്ടും ഒക്കെ ഓൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഒരു ഓരി ഓൾക്കും ഞാൻ കൊടുക്കും. അപ്പോൾ ഒരു മാക്സി കൊടുത്തുട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അത് നമ്മൾ ആ സുഹ്റ കളക്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിരുന്നു. നമ്മളെ വീഡിയോസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും കേട്ടോ. നല്ല ലാഭമാണ്. ഇതിൻ്റെയൊക്കെ ഒരു ചൊറുക്കങ്ങൾ നോക്കിയേ. അവർ ഷിപ്പിംഗ് അടക്കമാണ് 200 സംതിങ്ങിനൊക്കെ കൊടുക്കണത്. ഇങ്ങനെ എത്രയും വൃത്തിയും വെടുപ്പും നല്ല ഭംഗിയുള്ള മാക്സിയൊക്കെ നമ്മളങ്ങനെ കൊടുക്കുക എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് ആളുകൾ ചോദിച്ചു എന്നോട് കേട്ടോ, നല്ല ഭംഗിയുള്ള മാക്സി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതാക്കണം. അപ്പോൾ നമ്മളാ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മളാ വീഡിയോസിലുണ്ട് കേട്ടോ. ആവശ്യമുള്ളവരൊക്കെ ഒന്ന് മെസ്സേജ് വിട്ടുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു ഒതുക്കമുണ്ട് കേട്ടോ മാക്സി. നല്ല തിരുമ്പിയാലും ഞാൻ ഇതിപ്പോൾ 2 പ്രാവശ്യം തിരുമ്പി, കളറൊന്നും പോകണമൊന്നുമില്ല. നല്ലൊരു കോട്ടൺ തുണി കേട്ടോ. അപ്പോൾ ഇതാക്കണം. പുളിവെള്ളമാണ് പീഞ്ഞ് പാർന്നിക്കണം കേട്ടോ. ഞാൻ തക്കാളി ഇട്ടാലും 2 പുളി പീഞ്ഞ് പോരും. ഒന്നാമത് നമ്മൾ പുളിഞ്ചാറ് വെക്കണ പോലെയല്ലേ, നമ്മൾ മോരും കറി വെക്കണൊക്കെ പോലെയല്ലേ നമ്മളിത് വെക്കുക. എന്താ പറയുക, മോരും കറി എന്നൊക്കെ പറയും നമ്മൾ. കുമ്പളങ്ങ മൂര് വെച്ചാന്നൊക്കെ പറയും. ഇതിലേക്ക് തൈരൊക്കെ പോരും കേട്ടോ. ഇവിടെ തൈരൊന്നും കാണാനില്ല. അപ്പോൾ എല്ലാം ഇട്ട് കണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ കറിയൊക്കെ കേട്ടോ. ഈ പുളിക്കറികളൊക്കെ നല്ല ഇഷ്ടമാണ്. നമ്മൾ ആ ഉണക്കൽ മീൻ അതാ മുളക് എറ്റിയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ ഉണക്കമീൻ പൊരിച്ചതും കുമ്പളങ്ങ കറിയും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.